ടാസ്ക് ഒരുപാടുണ്ടായിരുന്നു. ഒരു സാധാ ഫിലിം ഷൂട്ട് പോലെ ഒന്നും അല്ലായിരുന്നു. ഏറ്റവും ഒരു ഫോക്കസ് ഉള്ളതും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ക്യാമറമാൻ മാത്രം. അപ്പൊ എന്റെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. നമ്മളും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നമ്മള് ക്യാമറയൊക്കെ പർച്ചേസ് ചെയ്യുമായിരുന്നു. നമ്മള് വലിയ റെന്റ് ആയിരുന്നു അല്ലാതെ നോക്കിയപ്പോഴത്തേക്ക്. അപ്പൊ പിന്നെ നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നമ്മള് കൊടുത്താലും ആ പൈസ മുതലാവുന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം മാക്സിമം നമ്മൾ ഒരുപാട് ചെയ്തെടുക്കുക, തനിയെ ചെയ്തെടുത്തത്. ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരിമ്പടം മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ നമ്മുടെ മൂവിയിലോട്ട് കടക്കുന്ന മുന്നേ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? നമുക്ക് ക്യാമറമാൻ നിന്ന് തുടങ്ങാം. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ എന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ പേര് സജീന കൊല്ലം. ഞാന് നല്ലൊരു ക്യാരക്ടറേഷൻ ചെയ്യുന്നത് വേറെ എന്തോ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ടുള്ള ക്യാരക്ടറേഷൻ ചെയ്യുന്നു. എന്താ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാം? ഒരു നായക, ഒരു അത്യാവശ്യം ചെറിയൊരു നായകനല്ലേ വിഷ്ണു, ഒരു ഇതായിട്ടുള്ളല്ലേ സഹോദരനായിട്ട് അഭിനയിക്കുന്നത് വിഷ്ണു. അത്യാവശ്യം ഒരു നല്ല ലീഡറുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സഹോദരിയായിട്ടാണ്. അപ്പൊ ഇതിനകത്ത് കഥ കുറച്ച് കൊണ്ടുവന്ന അവനല്ലേ പറഞ്ഞ കൊണ്ടുവന്ന ഇതിന്റെ മെയിൻ വില്ലന്റെ ഒരു പേരായിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ കുറെ സസ്പെൻസും എല്ലാം കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, എന്റെ പേര് അജയ്, ഞാൻ കൊല്ലം അഞ്ചലാണ്. ഇതിനകത്ത് കോമ്രേഡ് മുനീർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിനെ പറ്റി പറയാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് തകർക്കാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. ഓക്കെ, എൻ്റെ ഒരു അനീഷ് മനോഹരൻ എന്നാണ് പേര്. അപ്പം ഞാൻ ഇതിനകത്ത് അക്ബർ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഏകദേശം ഹാഫ് ടൈം വരെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നായകൻ്റെയൊക്കെ മെയിൻ ലീഡിൻ്റെയൊക്കെ എൻട്രി വരുന്നത്. ആദ്യത്തെ ഫിലിമാണ്. നേരത്തെ ഷോർട്ട് ഫിലിമുകളും പിന്നെ അങ്ങനെ ആദ്യത്തെ ഫിലിം ആയതുകൊണ്ട് അല്ല നമുക്കറിയാവുന്ന ഇതൊക്കെ ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാരും ഫ്രണ്ട്സ് ആയിരുന്നു, നേരത്തെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. അത് വലിയ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 2.5 മണിക്കൂർ ഒരു മണിക്കൂർ ബാക്കിയുള്ളവർ കൂടെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ നേരത്തെ ഡയറക്ടറിനോടും ടീമിനോടും സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര അടിപൊളി, ലൈക് മൂവീസിലൊന്നും അധികം വരാത്തതാണ്. അപ്പൊ ക്യാമറമാൻ എന്ന നിലയ്ക്ക് എന്തായിരുന്നു ലൊക്കേഷനും മൂവിനെ പറ്റിയിട്ടും പറയാനുള്ളത്? മൂവിയെ കുറിച്ച് ഇപ്പൊ പൊതുവെ പറയാറുണ്ട് തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന കുറച്ച് സ്ഥലം എന്റെ സ്ഥലം ഞങ്ങളവിടെ മിനി മൂന്നാർ എന്ന് പറയുന്ന ഒരു അമ്പനാട് സ്റ്റേറ്റ് എന്ന് പറയാം. അമ്പനാട് കൂടെ ഉണ്ടായിരുന്നു. എന്റെ സ്ഥലം മൺട്രോത്തിരുന്ന സ്ഥലമാണ്, നമ്മുടെ പൊന്മാനൊക്കെ എടുത്ത്. അത് നമ്മുടെ നാട്ടിലായിരുന്നു. അവിടെ പണ്ട് കുറെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ക്യാമറ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ. കുറച്ച് സീനൊക്കെ നമ്മുടെ എന്റെ സ്വന്തം വീട്ടിൽ എടുത്തിട്ടുണ്ട്. എന്റെ സീനൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഒപ്പിയെടുക്കാന്ന് പറയുമ്പോ ലൈക് ഫ്രെയിം ബൈ ഫ്രെയിം സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരു മൂവി എടുക്കുമ്പോ കുറെ ടാസ്ക് ഉണ്ടല്ലോ. അപ്പൊ കരിമ്പടം എന്ന് പറഞ്ഞ മൂവി വെച്ച് നോക്കുമ്പോ അതൊക്കെ എങ്ങനെയായിരുന്നു ടാക്കിൾ ചെയ്തത്? ടാസ്ക് ഒരുപാടുണ്ടായിരുന്നു. ഒരു സാധാ ഫിലിം ഷൂട്ട് പോലെ ഒന്നും അല്ലായിരുന്നു. ഏറ്റവും ഒരു ഫോക്കസ് ഉള്ളതും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ക്യാമറമാൻ മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെയായിരുന്നു മൊത്തം പോയത്. മലയിലും ഒരുപാട് ഒരുപാട്
ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഷോർട്ട് ബൈ ഷോർട്ട് ഒക്കെ ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ മൂവിയിൽ മൊത്തം കഥ പറഞ്ഞപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചെറിയതായിട്ടൊന്നും അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ്. അതെ, അപ്പൊ ഈ നമ്മളൊരു ക്യാമറ വർക്ക് ചെയ്യുമ്പോ അത് ആദ്യം എന്താ നമ്മൾ കഥ മനസ്സിലാക്കണം, എന്നാലും ആ ഒരു എസെൻസ് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ തോന്നി? കഥ ആദ്യം എന്റെ അടുത്ത് എഡിസോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. പിന്നെ അതിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്താതെ തന്നെ ചെയ്തു പോയി. ഡയറക്ടറുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് കുറെ ഫ്രെയിമുകൾ ഇങ്ങോട്ട് തന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തത്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ഹീറോ ആയിട്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ മൂവി ഭയങ്കര റിവെഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് ഒരു ഫാന്റസി അങ്ങനെ രീതിയിൽ പോകുന്ന മൂവിയാണല്ലോ. അപ്പൊ അത് ഒരു ക്യാരക്ടർ വന്നപ്പോ ഫസ്റ്റ് മൂവിയും കൂടിയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം തന്നെ നമ്മളുടെ ഈ തിരക്കഥ മൊത്തം നമുക്ക് പറഞ്ഞു തരുമല്ലോ, കഥ മൊത്തം നമുക്ക് മനസ്സിലാവും. അത് ഫ്രെയിം വന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ആദ്യം തൊട്ടേ കഥകൾ മനസ്സിലാകുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം കുറേ നാൾ മുന്നേ ഇതിനൊരു പ്രിപ്പറേഷൻ തുടങ്ങുമല്ലോ, ക്യാരക്ടറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം പിന്നെ ഹെയർ സ്റ്റൈൽ ആയാലും പിന്നെ നമ്മുടെ ലുക്കായാലും ഇപ്പം തടി കൂടുതൽ വേണോ കുറവ് വേണോ അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന, നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു വന്നത്. കുറച്ചുകൂടി ഈസി ആയിരുന്നു. പിന്നെ അറിയാവുന്ന ക്രൂ ആണ്. അപ്പൊ എൻ്റെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഉണ്ടാക്കാൻ നോക്കി, എന്നാലും അത്ര പ്രശ്നമില്ലായിരുന്നു, ഈസി ആയിട്ട് തീർന്നു. പിന്നെ ഒരു ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കിന് മേക്ക് ഓവർ വേറൊരു ലുക്കിലൊക്കെയാണ് വന്നത്. പിന്നെ അവിടെ ഈസി ആയിരുന്നു, വലിയ പ്രശ്നമില്ല. ആദ്യത്തെ ഒരാളിൽ നിന്ന് വ്യത്യാസമല്ല രണ്ടാമത് വരുന്നത്, ഈസി ആയിരുന്നു ചെയ്യാൻ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈസി ആയിരുന്നു. ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അത് നമുക്ക് ഒരു വട്ടം പറഞ്ഞു തന്നാലും അത് പിടികിട്ടുന്നില്ല. പറയുമ്പോഴത്തേക്കിന് അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് എന്താ സിനിമയെ പറ്റി നോക്കുമ്പോ നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്നുള്ളതൊന്നും മനസ്സിലായില്ല. അങ്ങനെ ചോദിക്കരുത്. അത് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാലേ സെൻസർ ചെയ്യാൻ പറഞ്ഞാണ്. സെൻസർ ചെയ്യാൻ ചെന്നപ്പോ അവര് ഇരുന്ന് കണ്ടിട്ട് പുറത്തൊന്ന് ചോദിക്കും എന്തോ നിന്റെ കഥ. അപ്പം അത് പറഞ്ഞത് അത് 1 ടൈം വാച്ചബിൾ അല്ല, 2 വട്ടം കാണണം, എങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ, കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അല്ല അവര് ചോദിച്ചു ഇതാണോ കഥയെന്ന് ചോദിച്ചു, നമുക്ക് മനസ്സിലായി ഇതാണോ എന്ന് ചോദിച്ചാൽ സാറേ ഒന്നുകൂടി കാണും എങ്കിലും അത് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ കണ്ട ഒരു ഐഡിയ കിട്ടിയല്ലോ, അത് വെച്ച് ഒന്നുകൂടി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. എല്ലാരും മെയിൻലി പറഞ്ഞത് ആ ഒരു കോംപ്ലിക്കേറ്റഡും അഥവാ കോംപ്ലിക്കേറ്റഡ് നല്ലത്, കഥ സിമ്പിളാണ്. പക്ഷെ അതിന്റെ നമ്മൾ ആദ്യം കുറെ ലീഡ് ഇട്ടിട്ട് പോകുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. പിന്നെ ഒരു കഴിയുമ്പോഴേ പിന്നെ ആലോചിക്കത്തുള്ളൂ അത് മിസ്റ്റേക്ക് ആയിരുന്നു. അത് പിന്നെ ഒന്നുകൂടി കാണുമ്പോഴേ മനസ്സിലാകും, ഓ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ചെയ്തതെന്ന്. അങ്ങനെ കുറെ സ്ഥലങ്ങളെ അങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പം ചിലവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ചിലവര് കുഞ്ഞു റോൾസിൽ ചെയ്തു വന്നവരും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ലൊക്കേഷനിൽ നിങ്ങളുടെ ഒരു വൈബും എല്ലാം? എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ഒരു ടീം വർക്കാണ്, ഫ്രീ ആണ്. നമ്മളുടെ ഈ ഇതിന്റെ ഫുൾ കഥ പറഞ്ഞായിരുന്നു, അതായത് നമ്മളെ ലൊക്കേഷൻ എങ്ങനെയാണ് ഫിലിം ഉണ്ടായെന്നൊക്കെ ഉള്ളത് പറഞ്ഞായിരുന്നോ? ഇല്ല, കുറച്ചേ പറഞ്ഞുള്ളൂ. ക്യാമറയൊക്കെ വാങ്ങിയതും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. നമ്മള് ക്യാമറയൊക്കെ പർച്ചേസ് ചെയ്യുമായിരുന്നു. നമ്മള് വലിയ റെന്റ് ആയിരുന്നു അല്ലാതെ നോക്കിയപ്പോഴത്തേക്കിന്. അപ്പൊ പിന്നെ നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നമ്മള് കൊടുത്താലും ആ പൈസ മുതലാവുന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം മാക്സിമം നമ്മൾ ഒരുപാട് തനിയെ ചെയ്തെടുത്തത് ലൈറ്റ് ആയാലും കാര്യങ്ങളായാലും. പക്ഷെ പ്രൊഫഷണലിനെ വെല്ലുന്ന രീതിയിലാണ് ചെയ്തത്. കാരണം ഇപ്പൊ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഈ LED ടൈപ്പ് സാധനങ്ങളും എല്ലാം. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് ഈ മൂവി എന്ന് പറയുന്നത്. അത് ഭയങ്കര ടെക്നിക്കലി, നമ്മുടെ ഡയറക്ടർ ടെക്നിക്കലി അത്യാവശ്യം അറിയാവുന്ന ആളെ, ഈ മെക്കാനിക്കൽ സൈഡ്. പുള്ളിയുടെ ജോബും അങ്ങനെയുള്ള KSRTCയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഐഡിയ ഉണ്ട്. പുള്ളി നേരത്തെ എനിക്കൊരു 10 വർഷത്തിൽ കൂടുതലായി ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത് വരുവാണ്. അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട് ക്യാമറയെ കുറിച്ചൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളി ഓരോ ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് കണക്ക് ഈ ലൈറ്റ് യൂണിറ്റിൻ്റെ ബോയ്സിനെയൊക്കെ നമ്മൾ ലോക്കലി
എടുത്തത്. അവരൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. സൈറ്റിലായാലും എല്ലാവരും ഒരു എടാവോടാ ബന്ധവും അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് എന്താ പറയുക, ഫ്രണ്ട്സ് ആയിരുന്നു നമ്മള്. അപ്പൊ അങ്ങനെയാണ് ഈ ഫിലിം തീർത്തത്. അത് കുറേ നാളെടുത്തത്. അവിടെ നമ്മുടെ ഈ പിന്നെ റെന്റ് ഔട്ട് ചെയ്യാത്ത എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും ഷൂട്ട് ചെയ്യാമല്ലോ. ആ രീതിയിൽ അതൊരു കാര്യം. സാവധാനം ചെയ്യണം. എല്ലാം ഫിനിഷ് ചെയ്ത് പക്കയായിട്ട് കുറച്ച് ടൈം എടുത്ത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ധൃതി ഒന്നുമില്ലായിരുന്നു. പയ്യെ ചെയ്താൽ മതി. നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കരിമ്പടം മൂവി നമ്മളിപ്പോ ഏതൊരു മൂവി എടുത്താലും സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അല്ല, അങ്ങനെ അതാണ് നോക്കുമ്പോൾ പറഞ്ഞത്. നമുക്കൊരു ഐഡിയ ഇല്ല. ഫുള്ളും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആർക്കൊക്കെ നല്ല ഐഡിയ. കാരണം 1 മണിക്കൂർ ഞാൻ അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് ഉള്ളതാണ് ഇതില്. 2.5 മണിക്കൂർ കൂടെ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ആപ്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ആളാണ്. എന്ത് മെസ്സേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് മെസ്സേജ് ഇല്ലാതിരിക്കത്തില്ലല്ലോ ഒരു ഏതൊരു പടത്തിനായാലും. സസ്പെൻസ് ആണ്. അത് പറയരുത്. സസ്പെൻസ് ഒന്ന് ഒന്നും പറയാൻ പറ്റാത്ത അറിഞ്ഞുകൂടെങ്കിലും സസ്പെൻസ് മെസ്സേജ് എനിക്കറിയാം, പക്ഷെ ഞാൻ അതിവിടെ പറയും. അതാണ്. അല്ല, ഒരെണ്ണം ഞാൻ വേണമെങ്കിൽ പറയാം. ഒരു സാധനം വേണമെങ്കിൽ പറയാം. ഒരെണ്ണം ഓക്കെയാണോ? എന്ന് വെച്ചാല് നമ്മള് ഒരു കാര്യം കറക്റ്റായിട്ട് അറിയാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരുപാട് വേദനിക്കും. അങ്ങനെ ഒരെണ്ണം ഉണ്ട് ഇതില്. അതാണ് ക്ലൈമാക്സിലോട്ട് ലീഡ് ചെയ്യുന്ന ആ ഒരു ഹിന്റ്. പിന്നെ മനോഹരമായ പാട്ടുകളുണ്ട്. എടുത്തു പറയണം. പാട്ടുകൾ നമ്മുടെ വൈക്കം നജീം ഇർഷാദ്, പിന്നെ പുതിയൊരു സിംഗർ വഴിയുണ്ട്. പാട്ട് കേട്ടവരുടെ അഭിപ്രായം. നമ്മുടെ ഡയറക്ടറിന്റെ 3 ഷോർട്ട് ഫിലിമിൽ ഞാൻ ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റി. അതിന്റെയൊക്കെ ഒരു ബെൽറ്റിങ്ങിന് ബാഗ് കിടക്കുന്നോണ്ട് ഇതിനകത്ത് ഫ്രീ ആയിട്ട് അങ്ങനെ ബെൽറ്റ് ആണ് കൂടുതൽ. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. എല്ലാവരും ഫ്രണ്ടാണ്. എല്ലാവരും നല്ല ഫ്രണ്ടാണ്. പ്രത്യേകിച്ച് ഒരു തലക്കനമുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ കൂടിയ ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നല്ല ഫ്രണ്ടായിട്ടുള്ള അത് ആ രീതിയിൽ തന്നെയാണ് ഇത് പോയത്. നമ്മുടെ ഇതിന്റെ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന അനസ് സൈനുദ്ദീൻ. പുള്ളിയാണ് തിരക്കഥയും. അതാണ് മ്യൂസിക്. മ്യൂസിക് പുള്ളി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ചെറിയ ചെറിയ മ്യൂസിക് നേരത്തെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹിറ്റായ പാട്ടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൂടിയ പാട്ടുകളൊക്കെ ഉണ്ട്. ഇവരുടെ തന്നെ ഒരു ആൽബം ചെയ്തത് 1 മില്യൺ കൂടുതലൊക്കെ അടിച്ചിട്ടുണ്ട്. നായകനാണ് അതൊരെണ്ണത്തെ. പുള്ളിയായിരുന്നു മ്യൂസിക്. അപ്പൊ ഇപ്പൊ നമ്മള് മൂവിയില് ലൈക്ക് കഥയുടെ ഇതിലൊക്കെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഒരു മൂവി പിടിച്ചെടുത്താൻ ഏറ്റവും വലിയൊരു പവർ ഉള്ളതാണ് അതിന്റെ ഫ്രെയിംസുകള്. അപ്പൊ ഇതിന്റെ ഫ്രെയിംസ് കുറച്ച് എങ്ങനെ ഡാർക്ക് ആണോ അത് ഭയങ്കര ലൈറ്റ് ആയിട്ടാണോ പോകുന്നത്? ലൈറ്റ് ഡാർക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഹാഫ് മൊത്തം ലൈറ്റും സെക്കൻഡ് ഹാഫ് മൊത്തം ഡാർക്ക് മോഡിലോട്ട് പോയി. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഒരു ഇപ്പൊ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഇപ്പൊ നിങ്ങളുടെ ലൊക്കേഷനും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത്രയ്ക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ ആ ഒരു പരിമിതികളും കാര്യങ്ങളും ഒക്കെ വെച്ചുള്ളത് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റുകൾ കണ്ടായിരുന്നോ? പ്രിവ്യൂ കണ്ടായിരുന്നോ? ഫസ്റ്റ് ഹാഫോ ഞാൻ ആദ്യം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ഫൈനൽ ഔട്ട് കണ്ടോന്ന് എല്ലാം കണ്ടു. അപ്പൊ എന്ത് തോന്നുന്നു? ഉദ്ദേശിച്ച പോലെ ഒരു ഔട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവർ രണ്ടുപേരും കാണാതിരിക്കുന്ന അവര് ആകാംക്ഷ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ നമ്മുടെ മൂവി August 7th റിലീസ് ചെയ്യാൻ പോവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരാണല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. എല്ലാവരും പോയി കാണണം, അനുഗ്രഹിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഈ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പൈസ മുതലാവും ഈ സിനിമ കണ്ടാൽ. ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിപ്പം ഓഡിസിയൊക്കെ ഇറങ്ങിയല്ലോ, അതണക്കൊന്നും അല്ലെങ്കിലും കഥയൊക്കെ ഏകദേശം അത്രയ്ക്കൊരു നമ്മുടെ നോളൻ്റെ ഒക്കെ സിനിമ ഉണ്ട് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. എനിക്ക് അതേണക്ക് ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഒരു എന്താ പറയുക, ഒരു എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു
കഥയും അതിനകത്തുള്ള എല്ലാം മേക്കിങ്ങും എല്ലാം അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഞാൻ പറയില്ല, ഇപ്പോൾ നമ്മൾ റീലുകളൊക്കെ കാണുമ്പോൾ കുറച്ച് ഫാസ്റ്റാണ്, സ്ലോയിലും അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു ഷോർട്ടാണെങ്കിലും ടൈം എടുത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നമ്മൾ ബോറടിക്കും. അപ്പം ഇതെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, ഒരു ഫ്രെയിം പോലും ഇച്ചിരി നേരം ഇരുത്തത്തില്ല, പടപടയെന്ന് പറഞ്ഞാൽ അടിച്ചു വിട്ട് പോകത്തേ ഉള്ളൂ. അതായത് നമ്മൾ ഫുള്ള് എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് 3.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഫസ്റ്റ് റഫ് എഡിറ്റ് ചെയ്ത് വെച്ചപ്പോൾ. പിന്നെ അത് കട്ട് ചെയ്ത് അരിഞ്ഞ് ചെറുതാക്കി ഇത്രയാക്കി എടുത്തതാണ്. പോകുന്നതിന്റെ സ്പീഡ് അതല്ല, എഡിറ്റർക്ക് വല്ല ജോലിയും വേണ്ട, അങ്ങനെ വെച്ചേ. നമ്മളെ ആദ്യത്തെ കുറച്ച് 1/2 മണിക്കൂർ നമ്മൾ പർപ്പസ്ഫുള്ളി കുറച്ച് ലാഗ് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരൊറ്റ പോക്കാണ് ഗ്രാഫ്. അങ്ങനെയാണ് ഈ ഫിലിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്കുള്ളത് എന്റെ മോൻ നല്ലൊരു വേഷം ചെയ്തു. അമ്മയുണ്ട് മോനും ഒരു മൂവിയിൽ വരാതെ നല്ലൊരു വേഷം ചെയ്തു. അത് സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച 2 സിനിമ റിലീസ് ആയിട്ടുണ്ട്, പക്ഷെ മോന്റെ ആദ്യത്തെ സിനിമയാണ്. നല്ലൊരു ക്രൂവിലൂടെ തന്നെ കിട്ടിയതിലും നല്ലൊരു വേഷം കിട്ടിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു താരങ്ങളില്ലാത്ത താരം. എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ നമുക്ക് നാളെ താരമാവാൻ പറ്റും. മറന്നാളല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ മൂവി ഹിറ്റായിട്ട് ആശംസിക്കുന്നു. നിങ്ങളും പുതിയ സിനിമകളായിട്ട് ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രഷറാണ് നമ്മുടെ വിധി എഴുതുന്നത്. അപ്പൊ പടം കാണുക, പടം വിജയിപ്പിക്കുക. അതെ, പടം വിജയിപ്പിക്കുക, കഴിവതും മാക്സിമം നേരത്തെ കാണുക. അതെ.